നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാനൊരു 35 വർഷം പിന്നിലോട്ട് പോയാണ് പറഞ്ഞു തുടങ്ങുന്നത്. 1989 തിരുവനന്തപുരത്ത് 89 3 സിനിമകളുടെ വർക്ക് നടക്കുകയാണ്. ചാണക്യൻ, വർണ്ണം, കിരീടം. നവോദയാണ് ചാണക്യൻ നിർമ്മിക്കുന്നത്. നവാഗതനായ ടി കെ രാജീവ് കുമാറാണ് സംവിധാനം. നവാഗതനായ സാബ് ജോണാണ് തിരക്കഥാകൃത്ത്. കമൽഹാസൻ, പിന്നെ ആ കാലത്ത് നവാഗതനായ ജയറാം, ഇവർ രണ്ടുപേരുമാണ് മുഖ്യവേഷത്തിൽ. നായികയായിട്ട് രംഗീലയിലൊക്കെ അഭിനയിച്ച, അല്ലെങ്കിൽ കമൽഹാസൻ്റെ ഇന്ത്യനിൽ അഭിനയിച്ച ഊർമിളയാണ് നായിക. വർണ്ണം അശോകൻ എന്ന് വിളിക്കുന്ന നമ്മുടെ അശോകൻ താഹ എന്ന് പറഞ്ഞ് പിന്നെ ഒരു ടീമുണ്ടായല്ലോ. അതിലെ അശോകൻ സംവിധാനം ചെയ്യുന്ന സ്വതന്ത്ര സംവിധായകനാകുന്ന ശശികുമാർ സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു അശോകൻ. അശോകൻ്റെ ആചാര്യനിൽ ഞാനായിരുന്നു അസോസിയേറ്റ്. അശോകൻ സ്വതന്ത്ര സംവിധായകനാകുന്ന സിനിമയാണ് വർണ്ണം. ജയറാം, സുരേഷ് ഗോപി, പാർവതി, രഞ്ജിനി ഒക്കെ ആയിരുന്നു അതിലെ പ്രധാന വേഷക്കാർ. മൂന്നാമത്തെ സിനിമ കിരീടം. സിനിമലയിൽ ലോഹിതദാസ് ടീമിൻ്റെ രണ്ടാമത്തെ സിനിമ. മോഹൻലാൽ, മുരളി, പാർവതി, ഫിലോമിനി ചേച്ചി, ഇങ്ങനെ ഒരുപാട് പേരുള്ള കബീർ പൊന്നമ്മ അടക്കം ഉള്ള പ്രധാന വേഷങ്ങൾ അവരൊക്കെയാണ്. ഈ 3 സിനിമകളിലും തിലകൻ മുഖ്യവേഷത്തിലുണ്ട്. വർണ്ണത്തിലുണ്ട്, കിരീടത്തിലുണ്ട്, ചാണക്യനിലുണ്ട്. ചാണക്യനിൽ സംസ്ഥാന മുഖ്യമന്ത്രി, വർണ്ണത്തിലാണെങ്കിൽ റിട്ടയേർഡ് മേജർ, കിരീടത്തിലാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായർ. ഈ 3 സിനിമകളിൽ ചാണക്യനും വർണ്ണത്തിനും ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ അഡ്വാൻസ് കൊടുത്ത് തിലകനെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. തിലകൻ ചേട്ടൻ സിബി മലയിലിന് പരിചയപ്പെടുത്തിയ നാടകക്കാരനാണല്ലോ ലോഹിതദാസ്, പഴയ ലോഹിതാക്ഷൻ. അദ്ദേഹമാണ് കിരീടത്തിൻ്റെ തിരക്കഥാകൃത്ത്. ഞാനിത് വീണ്ടും വീണ്ടും പറയട്ടെ, നിങ്ങൾക്കെല്ലാം അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടുകൂടി തന്നെ കിരീടത്തിലെ സേതുമാധവൻ എന്ന നായകൻ്റെ അച്ഛൻ അച്യുതൻ നായർ വലിയ അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ്. അങ്ങനെയാണ് ലോഹിതദാസ് എഴുതി വച്ചത്. പിൽക്കാലത്ത് ലോഹി ചെയ്തതുപോലെ നാളത്തെ ആദ്യ സീൻ തലേന്ന് സംവിധായകനെ ഏൽപ്പിക്കുകയും പിന്നെ തീരുന്ന മുറയ്ക്ക് ഓരോരോ സീനുകൾ ലൊക്കേഷനിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി ആയിരുന്നില്ല കിരീടത്തിൽ. പടം ചിത്രീകരണം തുടങ്ങും മുമ്പ് തന്നെ തിരക്കഥ പൂർത്തിയാക്കി സംവിധായകനെ ഏൽപ്പിച്ചിരുന്നു. രസകരമായ ഒരു കാര്യം, കിരീടം എന്ന പേര് ഐ വി ശശി ചെയ്യുന്ന പുതിയ സിനിമയ്ക്ക് വേണ്ടി ലോഹിതദാസ് എഴുതുന്ന തിരക്കഥയ്ക്ക് ഇടാൻ വച്ചിരുന്ന പേരാണ്. പക്ഷെ എന്തുകൊണ്ടോ ഐ വി ശശിക്ക് കിരീടം എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടില്ല. അതിന് പകരം അദ്ദേഹം അതിന് മിഥ്യ എന്നാണ് പേരിട്ടത്. സേതുമാധവൻ്റെ കഥ പറയുന്ന സിനിമയ്ക്ക് മുൾക്കിരീടം എന്നിടാം, അല്ലെങ്കിൽ മണ്ണ് എന്നിടാം എന്നാണ് ആദ്യം ആലോചിച്ചത്. ഈ പറഞ്ഞ മുൾക്കിരീടമായിട്ടോ മണ്ണായിട്ടോ ആണ് കിരീടം വന്നിരുന്നതെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ കിരീട ഉണ്ണി എന്ന് അറിയപ്പെടുന്ന നിർമ്മാതാവ് കൃഷ്ണകുമാർ മുൾക്കിരീടം ഉണ്ണിയെന്നോ മണ്ണുണ്ണിയെന്നോ ഒക്കെ വിളിക്കേണ്ടി വന്നനെ. എന്തായാലും അതുണ്ടായില്ല, കിരീടം എന്ന് പേരിട്ടു. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിക്കും, മണ്ണുണ്ണി എന്നെങ്ങനെ ഇടുമല്ലേ. കിരീടം പാലക്കാട്ടാണ് ചിത്രീകരിക്കാനിരുന്നത്. ഡേറ്റിനായി തിലകനെ കണ്ടപ്പോൾ ഇവർ ചോദിക്കുന്ന ദിവസങ്ങൾ മുഴുവൻ വർണ്ണത്തിനും ചാണക്യനുമായി അദ്ദേഹം വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. തിലകനില്ലാതെ കിരീടം ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ തിലകൻ ഒരു നിർദ്ദേശം വച്ചു. ലൊക്കേഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിയാൽ ഈ പറഞ്ഞ സിനിമകളിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അഭിനയിക്കാം, ഇല്ലേൽ എന്നെ ഒഴിവാക്കണം, എനിക്ക് പാലക്കാട് ട്രിവാൻഡ്രം ഷട്ടിലടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ലൊക്കേഷൻ തിരുവനന്തപുരത്താക്കി. കാലടി, വെള്ളായണി കായലിൻ്റെ, കിരീടം പാലം പ്രശസ്തമാണല്ലോ, വെള്ളായണി, നെടുമങ്ങാട്, വെള്ളയമ്പലം, കാർഷിക കോളേജ് മുതലായ സ്ഥലങ്ങളിൽ ലൊക്കേഷനുകൾ നിശ്ചയിച്ചു. ക്ലൈമാക്സ് നെടുമങ്ങാടിനപ്പുറത്ത് ആര്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചന്ത സെറ്റിടാൻ തീരുമാനിച്ചു.
ചന്തയ്ക്കകത്തിട്ട് സേതുമാധവനെ കീരിക്കടൻ ജോസ് എന്ന നാടൻ ഗുണ്ട തല്ലുന്നതും ഒടുവിൽ ക്ഷമ കെട്ട് സേതു കീരിക്കടനെ കൊല്ലുന്നതുമാണല്ലോ കിരീടത്തിൻ്റെ ക്ലൈമാക്സ്. ഈ രംഗം ചിത്രീകരിക്കാനായി തിലകൻ വേണം. കത്തി താഴെ ഇടറ എന്നുള്ള പ്രശസ്തമായ ഡയലോഗ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെ ഇടറ എന്നുള്ള ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കണം. അച്യുതൻ നായരുടെ ദയനീയമായ മനസ്സിനെ നോവിക്കുന്ന ഡയലോഗ് ഒരിക്കലും മലയാളി പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല. കൈതമുക്കിൽ പാലത്തിന് താഴെയുള്ള ഒരു വലിയ കളർഫുള്ളായ ചുവന്ന കളറുള്ള ഒരു പ്രത്യേക ടോണിലുള്ള ഒരു വീടുണ്ട്. ആ വീട്ടിലാണ് വർണ്ണം ചിത്രീകരിക്കുന്നത്. ഞാനവിടെ പത്രക്കാരനായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായി, എങ്കിലും പത്രപ്രവർത്തനം കൈവിട്ടിട്ടില്ല. 35 വർഷം മുമ്പുള്ള കാര്യമൊക്കെയാണ് ഞാനീ പറയുന്നത്. ഞാനവിടെ പത്രക്കാരനായി അശോകൻ്റെ അടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. ആര്യനാട്ടേക്ക് തിലകൻ കൊണ്ടുപോകാനായി KR ഷൺമുഖണ്ണൻ്റെ സിനിമയിലെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളറായ ഷൺമുഖണ്ണൻ്റെ ആൾക്കാർ വന്ന് കാറുമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഉച്ചയ്ക്ക് ബ്രേക്കായി തിലകൻ മേക്കപ്പ് അഴിച്ചു. ഈ മേക്കപ്പ് അഴിക്കുന്നതിനിടയിൽ തിലകൻ എന്നോട് ചോദിച്ചു, വരുന്നോ, ഒരു ഉഗ്ര സീൻ ചിത്രീകരിക്കുന്നത് കാണിച്ചു തരാം. ഡേ സീനാണ്. ഇരുട്ട് വീഴുമ്പോൾ തിരിച്ച് ഞാൻ ഇവിടെ തന്നെ വരും, വർണ്ണത്തിൻ്റെ സെറ്റിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരും. അവിടെ പകൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഇവിടെ ഇറക്കാം. തിലകൻ കയറി, കാറിൽ ഞാനും കയറി. അച്യുതൻ നായരെ പറ്റി, ചാണക്യനിലെ മുഖ്യമന്ത്രി മാധവ മേനോനെ പറ്റിയൊക്കെ ആര്യനാട് വരെ തിലകൻ എന്നോട് സംസാരിച്ചു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ചാണക്യൻ, വർണ്ണം, കിരീടം ഈ 3 സിനിമകൾ മാറി മാറി ഒന്ന് കണ്ടു നോക്കൂ. 3 വേഷങ്ങളിൽ ഏതാണ്ട് ഒരേ ദിവസം തന്നെ തിലകൻ എന്ന മഹാനടൻ എത്ര വ്യത്യസ്തമായ പ്രകടനം കാഴ്ചവെച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഈ 3 പടം ഒന്നിച്ച് കണ്ടു നോക്കൂ. കിരീടം കണ്ടിട്ട് വർണ്ണം കാണുക, വർണ്ണം കണ്ടിട്ട് ചാണക്യൻ കാണുക. ഇത് 3ലെയും തിലകൻ ക്യാരക്ടർ ഒരു ദിവസം ചെയ്തതാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. 3 തലങ്ങളിൽ നിൽക്കുന്ന 3 തരം പ്രകടനങ്ങൾ ഉള്ള വേഷങ്ങളായിരുന്നു. ആര്യനാട് ചെന്നിറങ്ങുമ്പോൾ പൂരത്തിനുള്ള ആൾക്കാരുണ്ട് കിരീടത്തിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിക്കുന്നത് കാണാൻ. അവിടെ വച്ചാണ് സിബി മലയിൽ എന്ന സംവിധായകനെ ഞാൻ ആദ്യമായി കാണുന്നത്. ധാരാസിംഗിനെ വെച്ച് മുത്താരംകുന്ന് PO എടുത്ത സംവിധായകൻ. അല്ലെങ്കിൽ ബാലമാഷിന് അദ്ദേഹത്തിൻ്റെ അമ്മ ചോറിൽ വിഷം ചേർത്ത് ഉരുട്ടി മകൻ്റെ വായിൽ കിളിക്കുഞ്ഞുങ്ങൾക്ക് കിളി വെച്ച് കൊടുക്കുന്നത് പോലെ ബാലമാഷിൻ്റെ വായിൽ വിഷം പുരട്ടിയ ചോറ് വെച്ച് കൊടുക്കുന്നത്, അത് വിഷം പുരട്ടിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ മകൻ വാ തുറന്നു കൊടുക്കുന്ന തനിയാവർത്തനം. എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് വേദനയോടെ അല്ലാതെ എനിക്ക് ആ സീൻ ചിന്തിക്കാൻ പറ്റില്ല. തിയേറ്ററിൽ ഇരുന്ന് ആരും കാണാതെ സത്യം പറയാണ്, ഞാൻ കണ്ണ് തുടച്ചിട്ടുണ്ട്. ആ സിബി മലയിലിനെ ഞാൻ ആരാധനയോടെ ആര്യനാട്ട് നോക്കി നിന്നു. വർണ്ണത്തിൻ്റെ സെറ്റിൽ ചിരിച്ച് കളിച്ച് ഉച്ചത്തിൽ സ്റ്റാർട്ടും കെട്ടും പറയുന്ന സംവിധായകൻ അശോകനെ കണ്ടിട്ട് ആര്യനാട്ട് എത്തിയപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകുന്ന തരത്തിൽ പതിയെ സംസാരിക്കുന്ന സംവിധായകൻ സിബി മലയിൽ എന്ന മനുഷ്യനെ ആദ്യ സമാഗമത്തിൽ തന്നെ ഞാൻ ആരാധനയോടെയാണ് കണ്ടത്. എന്തിനാ ഒളിച്ചു വെക്കണല്ലേ? ഫെഫ്കയിൽ എനിക്ക് ഇട്ട് പണിഞ്ഞ ആളാണെങ്കിലും ഉള്ളതുള്ളതുമല്ലേ പറയോ. മോഹൻലാലും മുരളിച്ചേട്ടനും അടക്കം അഭിനേതാക്കളെല്ലാം അവിടെ ഉണ്ട്. ചന്ത കണ്ടാൽ സെറ്റ് ഇട്ടിരിക്കുകയാണെന്ന് തോന്നേയില്ല. ഒരു മരം എങ്ങനെ ആ സ്ഥലത്ത് കണ്ടെത്തി എന്നുള്ളതാണ്. ഒരാൾക്കും അത് കിരീടത്തിന് വേണ്ടി സെറ്റിട്ടാണെന്ന് തോന്നേയില്ല. ശരിക്കും ഒരു ഗ്രാമചന്ത. പത്രക്കാരനായല്ല ഞാൻ കിരീടത്തിൻ്റെ സെറ്റിൽ ചെന്നത്. ഞാൻ സിബി മലയിലെ സെറ്റിൽ ആദ്യമായി പത്രക്കാരനായിട്ട് ചെല്ലുന്നത് എഴുതാപ്പുറങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ തൈക്കാട് നടക്കുന്ന ലൊക്കേഷനിലാണ്. അന്ന് പത്രപ്രവർത്തനായ ചിത്രഭൂമിയുടെ ലേഖകനായ രഞ്ജി പണിക്കരുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫർ സുൽ ഗുരുവായൂരും, എൻ്റെ കൂടെ ഫോട്ടോഗ്രാഫർ കെ ശ്രീകുമാർ, ഞങ്ങൾ 4 പേരും കൂടിയാണ് എഴുതാപ്പുറങ്ങളുടെ സെറ്റ് കവർ ചെയ്യാൻ പോയത്. അങ്ങനെയാണ് ഞാൻ പത്രക്കാരനായി സിബി മലയിലെ സെറ്റിൽ, ആ പടത്തിൻ്റെ സെറ്റിലാണ് പോയത്, എഴുതാപ്പുറങ്ങൾ. ഇവിടെ ആര്യനാട്ട് പോയത് തിലകൻ കൂടെയാണല്ലോ. അപ്പോൾ തിലകൻ കൂടെ വന്ന ഗസ്റ്റ് എന്നുള്ളൊരു സ്ഥാനം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കും ഇരിക്കാൻ ഒരു കസേര കിട്ടി. അതിലെങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിചിത്ര രൂപിയെ പോലുള്ളൊരു മനുഷ്യൻ, ആജാനുബാഹുവായ ഒരു മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഇന്നും എനിക്കറിയില്ല ഈ വന്ന വിചിത്ര മനുഷ്യന് ഞാൻ ആരാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന്. കാരണം ഇപ്പോൾ എനിക്ക് യൂട്യൂബിലൊക്കെ ആയതുകൊണ്ട് നമ്മളെവിടെ പോയാലും
10 പേര് നമ്മളെ അറിയും. പക്ഷേ ഈ കിരീടം എടുക്കുന്ന കാലത്തൊന്നും എന്നെ ആർക്കും അറിയില്ല. പക്ഷേ എങ്ങനെയെന്തോ ഈ ആജാന ബാഹുവായ മനുഷ്യൻ നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സെറ്റിൽ വെച്ച് ആര് പറഞ്ഞു കൊടുത്തെന്ന് എനിക്കറിയില്ല. അത് ഇരിക്കുന്ന തിലഞ്ചേട്ടൻ്റെ അടുത്തിരിക്കുന്ന ആള് ഹരികുമാറിൻ്റെ ഊഴത്തിലും നമ്മുടെ ജെ.സി. സാറിൻ്റെ പുറപ്പാടിലൊക്കെ വർക്ക് ചെയ്തതാണെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെക്കുറിച്ച് കരുതി വെച്ചിരുന്നത് മോശമല്ലാത്ത ഉയരമുള്ള ആളാണ് ഞാനെന്നായിരുന്നു. പക്ഷെ ആ വിചിത്ര രൂപമുള്ള മനുഷ്യൻ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്ന് ഞാൻ തിരിച്ച് ഷേക്ക് ഹാൻഡിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാണ് പുള്ളിയോട് സംസാരിച്ചത്. കഴുത്ത് എത്ര ഉയർത്താമോ അത്രയും ഉയർത്തിയാലേ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ കഴിയുമായിരുന്നു. ഞാൻ മോഹൻരാജ്, എന്നോട് പറഞ്ഞതാണ് ഈ സിനിമയിലെ പ്രധാന വില്ലൻ. നെറ്റിയിലും മൂക്കിലും ഒക്കെ വെട്ടുകൊണ്ട പോലെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആജാന ബാഹു എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്നാണ് എൻ്റെ പക്ഷം. പെട്ടെന്ന് ഞങ്ങൾ അടുത്തു. എൻഫോഴ്സ്മെൻറ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും തൻ്റെ കാഞ്ഞിരംകുളത്തെ ഭാഷ സംസാരത്തിൽ കൈവിടാത്ത മനുഷ്യൻ. എന്നെ ഇന്നലെ വിളിച്ച ഒരാൾ എന്നോട് ചോദിച്ചു, തിരുവനന്തപുരം സ്ലാങ്ങിൽ ചോദിച്ചു എന്നുള്ളതിന് വരെ ഞാൻ പലപ്പോഴും കേട്ടു എന്ന് പറയാറുണ്ടല്ലോ. കേട്ടു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു എന്നല്ലേ ചേട്ടാ? നിങ്ങൾ ഇനി കേട്ടു എന്ന് പറയുന്നത്, ഞാൻ അവനോട് കേട്ടു എന്ന് പറയുന്നത്, ഞാൻ അവനോട് ചോദിച്ചു എന്നേ പറയാവൂ. നമ്മൾ തിരുവനന്തപുരം സ്ലാങ്ങിൽ അങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ വിദേശത്തുള്ള ഒരാളാണ് എന്നെ വിളിച്ചത്. കൂടെ ഉള്ളവരെന്നെ കളിയാക്കുന്നു, ചേട്ടാ തിരുവനന്തപുരത്തുകാർ ഇങ്ങനെയാണോ പറയുന്നത്? ഞാൻ പറഞ്ഞ അനിയൻ, ഞാൻ തിരുവനന്തപുരത്തെ സ്ലാങ്ങിലല്ലേ സംസാരിക്കുന്നത്. എന്നാലും ചേട്ടാ ഇനി കേട്ടു എന്ന് പറയരുത്, ചോദിച്ചു എന്നേ പറയാവൂ. ഞാൻ അവനോട് 10 രൂപ കേട്ടു എന്ന് പറയരുത്. ഞാൻ പറഞ്ഞു ശരി പറയില്ല എന്നുള്ളൂ. പക്ഷേ മോഹൻരാജ് 100% കാഞ്ഞിരംകുളത്തെ ഭാഷയിലാണ് എൻഫോഴ്സ്മെൻറ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പോലും അദ്ദേഹം സംസാരിക്കുന്നത്. ഉയർന്ന ഉദ്യോഗത്തിൻ്റെയോ ഉയർന്ന ശരീരത്തിൻ്റെയോ ഭാരം ജീവിതത്തിൽ കൊണ്ടു നടക്കാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും യാദൃച്ഛികതകളാണല്ലോ വഴിത്തിരിവുകൾ ഉണ്ടാക്കാറ്. ഭരതൻ്റെ ചാമരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക്, എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സെറീന വഹാബും പ്രതാപ് പോത്തനും പ്രധാന വേഷം ചെയ്ത ജോൺ പോളിൻ്റെ മനോഹരമായ തിരക്കഥയിൽ നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ എന്നുള്ള പാട്ടൊക്കെയുള്ള സാഗാപ്പച്ചൻ ആദ്യമായി നിർമ്മിച്ച സിനിമയാണല്ലോ ചാമരം. അതിലൊരു തല്ലുകൊള്ളിയായി അഭിനയിച്ച പ്രദീപ് ശക്തി എന്ന് പറഞ്ഞൊരു തെലുങ്ക് നടനുണ്ട്. ആ നടന് വേണ്ടി 25,000 രൂപ അഡ്വാൻസും കൊടുത്ത് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും ഒക്കെ അയച്ചു കൊടുത്ത് അയാൾ വരാത്തതിനാലാണ് കിരീടത്തിൽ കീരിക്കാടൻ ജോസാവാൻ പുതിയ ആരെങ്കിലും അന്വേഷിക്കാം, അല്ലെങ്കിൽ വേറെ ഏത് നടനെ അന്വേഷിക്കാമെന്നുള്ള ചിന്ത വന്നത്. ആ അന്വേഷണത്തിനിടയിലാണ് കിരീടത്തിൻ്റെ സഹസംവിധായകനായിരുന്ന, പിന്നീട് സംവിധായകനായി മാറിയ, പാട്ടുകളൊക്കെ എഴുതുമ്പോൾ കല അടൂർ എന്ന് പറഞ്ഞ് പാട്ട് എഴുതിയിരുന്ന, ഇപ്പോൾ കലാധരൻ എന്നറിയുന്ന സംവിധായകൻ സിബി മലയിലിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഈ കിരീടത്തിൽ. അദ്ദേഹം അതിന് തൊട്ട് മുമ്പ് വർക്ക് ചെയ്ത കെ മധുവിൻ്റെ 3-ാം മുറയിൽ ഒരു ചെറു വേഷം ചെയ്യാനായിട്ട് മോഹൻരാജ് എന്ന് പറഞ്ഞ ഒരാൾ, കസ്റ്റംസിൽ ജോലിയുള്ള ഒരാൾ, അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റിൽ ജോലിയുള്ള ഒരാൾ, അല്ലെങ്കിൽ പട്ടാളത്തിൽ ജോലി ഉണ്ടായിരുന്ന ആൾ വന്നിട്ടുണ്ട്. അയാൾ ഈ ക്യാരക്ടറിന് കറക്റ്റാവും, പ്രദീപ് ശക്തി വന്നില്ലെങ്കിൽ നമുക്ക് അയാളായാലോ എന്ന് കലാധരൻ പറയുകയും വിളിക്കൂ നമുക്കൊന്ന് കാണാം എന്ന് പറയുമ്പോൾ, അന്ന് മോഹൻരാജ് കോഴിക്കോട്ടാണ് ജോലി ചെയ്യുന്നത്. കലാധരൻ മോഹൻരാജിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഉറപ്പൊന്നും പറയുന്നില്ല, ഇതിലൊരു പ്രധാന വേഷമുണ്ട് മോഹൻലാൽ അഭിനയിക്കുന്ന പടത്തിൽ, നിങ്ങൾ വന്ന് സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും നിർമ്മാതാക്കളെയൊക്കെ കാണും, അവരൊക്കെ പറഞ്ഞാൽ മനോഹരമായ വേഷമാണ്, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, വരാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ ഞാൻ വരാം എന്ന് പറഞ്ഞ് കോഴിക്കോട്ട് നിന്ന് മോഹൻരാജ് തിരുവനന്തപുരത്തെത്തി. പക്ഷെ ഇപ്പോൾ ചിലർ വച്ച് കാച്ചുന്ന ഡയലോഗ്, തിരക്കഥ എഴുതിയ ലോഹിതദാസ് മുറിപ്പാടുകൾ നിറഞ്ഞ മുഖവും 2 ആൾ പൊക്കവും ചോരക്കണ്ണുമുള്ള കീരിക്കാടൻ ജോസ് മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനം, 6 അടി പോലും പൊക്കമില്ലാത്ത പ്രദീപ് ശക്തിയെ കീരിക്കടനായി ഉറപ്പിച്ചിട്ട് അയാൾ വരാതായപ്പോൾ കലാധരൻ വിളിച്ചു കാണിച്ച 7 അടിക്കാരനെ നിശ്ചയിച്ചിട്ടാണ് ഇപ്പോൾ ഈ ജാട വർത്തമാനങ്ങൾ പറയുന്നത്. അല്ലാതെ കീരിക്കാടന് വേണ്ടി അല്ലെങ്കിൽ കീരിക്കാടനാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉള്ളൊരാൾ വേണമെന്ന് ലോഹി വാശി പിടിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മയാണ്. ഈ ലോഹിയെ ഇങ്ങനെ ഉയർത്താൻ വേണ്ടി, ആവശ്യമില്ലാതെ പൊക്കാൻ വേണ്ടി പറയുന്നതാണ് അതൊക്കെ. 6 ദിവസം കൊണ്ട് എഴുതി തീർത്ത തിരക്കഥയായിരുന്നു കിരീടം. എനിക്കറിയാവുന്ന എൻ്റെ അറിവിൽ പൂർണ്ണമായി എഴുതി തീർത്ത ശേഷം ചിത്രീകരിക്കാൻ പോയ ലോഹിയുടെ ഏക തിരക്കഥയും കിരീടമാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യാത്ത എൻ്റെ ഗുരുനാഥനായ ഹരികുമാറിൻ്റെ ഒരു പടമുണ്ട്, ഉദ്യാനപാലകൻ. ആ ഉദ്യാനപാലകനിലെ കാര്യം പറഞ്ഞ് എന്നോട് ഹരികുമാർ സാർ തന്നെ എന്നോട് പറഞ്ഞത്, ദിനേശേ
ലോഹിയുടെ ഒരു സ്ക്രിപ്റ്റിൽ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പം സീൻ നമ്പർ 36 തരുന്നു, 36ൻ്റെ 35 എന്ത് സംഭവിക്കുന്നോ 37 എന്ത് സംഭവിക്കുന്നോ ഇയാൾ പറയാറില്ല. അതൊക്കെ അമ്മ തരും എന്നാണ് പറഞ്ഞത്. അമ്മ തരും എന്ന് പറഞ്ഞാൽ മൂകാംബിക ദേവിയാണ് പറയുന്നത് ലോഹി. അതൊക്കെ അമ്മ തരും, ഞാൻ എഴുതി തരാമെന്ന് പറയും. അപ്പോൾ ഈ സംവിധാനം ചെയ്യുന്ന ആൾ ബബ്ബായി പോകും. കാരണം 36ൻ്റെ മുമ്പ് എന്ത് നടന്നു, അല്ലെങ്കിൽ 35ാമത്തെ സീനിൻ്റെ എൻഡിൽ എങ്ങനെ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ 36 എങ്ങനെ ഓപ്പൺ ചെയ്യണം, 36 എങ്ങനെ തീർക്കണം, കാരണം 37 എന്നുള്ള സീൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണം, ഇങ്ങനെയാണല്ലോ ലോഹിതദാസ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത്. പക്ഷേ പൂർണ്ണമായും സ്ക്രിപ്റ്റ് എഴുതി തീർത്ത ശേഷം ചിത്രീകരണം തുടങ്ങിയ സിനിമയായിരുന്നു കിരീടം. ആദ്യമായിട്ട് എഴുതിയ തനിയാവർത്തനം പോലും പകുതിയെ എഴുതിയിരുന്നുള്ളൂ, ബാക്കി പിന്നെ ദിവസവും എഴുത്തായിരുന്നു ആദ്യ സിനിമയിൽ പോലും. കിരീടത്തിൻ്റെ കഥ കണ്ടെത്തിയതിനെ പറ്റി ലോഹിയുടെ ഒരു വിശദീകരണമുണ്ട്. ലോഹിയുടെ കഥയുടെ കാണാപ്പുറങ്ങളെക്കുറിച്ച് ഞാൻ 2 എപ്പിസോഡ് മുമ്പ് ഒരു കഥ പറഞ്ഞിരുന്നു. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ധാരാളം റൗഡികൾ ജീവിച്ചിരുന്നു. ലോഹിതദാസിൻ്റെ നാട്ടിൽ മാത്രമല്ലെന്നേ, ശാന്തിവിളയിലും റൗഡി ഉണ്ടായിരുന്നു. ഒരു കരുണാകരൻ മാമ ഉണ്ടായിരുന്നു, ഞാൻ മാമ എന്നാണ് വിളിക്കണത്. ഈ അച്ഛനില്ലാതെ വളർന്ന 2 കുട്ടികളായതുകൊണ്ട് എൻ്റെ അപ്പൂപ്പന് എന്താ പറയുക, തിരുവിതാംകൂർ പട്ടാളത്തിൽ ജോലി ഉണ്ടായിരുന്ന ആളായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. അപ്പൂപ്പനൊരു ചെറിയ മുറുക്കാൻ കടയുണ്ടായിരുന്നു. ആ മുറുക്കാൻ കടയിൽ ഞങ്ങൾ വന്നാൽ അങ്കലമ്പാട്ട് കരുണാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നല്ല മസ്ലിൻ ഉടുപ്പൊക്കെ ഇട്ട് ഇത്രയും സുതാര്യമായ തുണിയിൽ ഉടുപ്പ് തയ്ക്കാമെന്ന് ഞാൻ കണ്ടത് ഈ അങ്കലമ്പാട് കരുണാകരൻ എന്ന് പറഞ്ഞാൽ. കുഞ്ഞുങ്ങളെ എന്നേ വിളിക്കുള്ളൂ ഞങ്ങളെ രണ്ടുപേര് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 2 വശത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അച്ഛനില്ലാത്ത കുട്ടികളായതുകൊണ്ടുള്ളൊരു വാത്സല്യം തരുന്നതാണ്. വലിയ മീശയൊക്കെ ഉള്ള ആളാണ്, നല്ല സുന്ദരനാണ്, വെളുത്തുടുത്ത മനുഷ്യനാണ്. പക്ഷേ ശാന്തിവിളയിൽ വാറ്റുചാരായം വിൽപ്പന, എന്തെല്ലാം ചെയ്യാൻ പാടില്ല അതെല്ലാം ചെയ്യുന്ന ഒരു ചട്ടമ്പിയായിരുന്നു അങ്കലമ്പാട് കരുണാകരൻ. അദ്ദേഹത്തെ വെള്ളായണി ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ഒരു ദിവസം ശാന്തിവിള ആശുപത്രിക്ക് മുന്നിൽ കുത്തുകൊടുത്ത് ഇട്ടു. അങ്ങനെ കുടലെല്ലാം പുറത്ത് ചാടിക്കിടന്നു. അടമുടി മഴയായിരുന്നു. മഴവെള്ളവും മണ്ണും എല്ലാം ഈ കുടലിൽ കയറി പുരളുമല്ലോ. ഒരുപാട് വൈകിയാണ് പോലീസ് വന്നത്. കാരണം എങ്ങനെയെങ്കിലും ഇയാൾ ചാവുന്നെങ്കിൽ ചാകട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോയി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ അങ്കലമ്പാട് കരുണാകരൻ എന്ന് പറഞ്ഞ കരുണാകരൻ മാമൻ ശാന്തിവിള ജംഗ്ഷൻ നിൽക്കുന്നു. നല്ല ഉന്മേഷവനായി വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ട്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോവാണോ എന്ന് ചോദിച്ചു. ആണ് എന്നുണ്ട്. ഞങ്ങളങ്ങ് പോയി. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആലോചിച്ചൊക്കെ വയർ കീറി കുടലെല്ലാം പുറത്ത് കിടന്നിട്ടുമില്ല, മണ്ണും മഴവെള്ളവും എല്ലാം അതിൽ കൂടെ കയറി ഇറങ്ങിയിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ അവസാനം ദാരുണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഒരു പ്ലാവിൻ്റെ ഒരു കവരത്തിൻ്റെ 2-3 കവരങ്ങളുള്ള ഒരു പ്ലാവിൻ്റെ ഇടയിൽ അദ്ദേഹം മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങയുടെ എന്താ പറയുക, വൃഷ്ണസഞ്ചി എല്ലാം ആരോ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടാണ് അതിൻ്റെ പ്ലാവിൻ്റെ മുകളിലിരുത്തിയിരുന്നത്. പാവം. എനിക്കിപ്പോഴും ആ മുഖം, നമ്മൾ കുട്ടി പ്രായത്തിൽ കണ്ട അങ്കലമ്പാട് കരുണാകരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ലോഹിതദാസ് പറയുന്നത്, പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ധാരാളം റൗഡികൾ ജീവിച്ചിരുന്നു. ഇന്ന് മിക്കവാറും എല്ലാവരും ചത്ത് കെട്ടുപോയിരിക്കുന്നു. ഞങ്ങളുടെ പ്രദേശത്തെ പറഞ്ഞു കേട്ടിരുന്ന ഒരു കഥയുണ്ട്. ചാലക്കുടിയിൽ കുപ്രസിദ്ധനായ ഒരു റൗഡി ഉണ്ടായിരുന്നു, കേശവൻ. ഈ ലോഹിതദാസ് എന്ന് ചാലക്കുടിക്കാരനായി എന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, അദ്ദേഹം ചാലക്കുടിക്കാരനല്ല. അദ്ദേഹം ചാലക്കുടിക്കാരനാണെന്ന് അങ്ങ് അടിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ജനിച്ച നാട് മറ്റുള്ളവർ അറിയാതിരിക്കാനായിരിക്കാം. എന്നാലും പോട്ടെ, നമുക്കത് വിടാം. കേശവൻ പലരെയും കൊന്നിട്ടുണ്ട്, കൈവെട്ടിയിട്ടുണ്ട്, കൊല്ലാതെ കൊന്നിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ചാലക്കുടിയിലേക്ക് വന്ന ഒരു ആശാരി കുടുംബം, മരപ്പണിക്കാരനായ ഒരു ആശാരി കുടുംബം, മുരിങ്ങൂർ ഷോപ്പിൽ വെച്ച് ഒരാൾ തൻ്റെ മുന്നിലിരിക്കുന്ന കള്ളുകുടം എടുത്ത് ആശാരിയുടെ തലയിലൂടെ കള്ള് വീഴ്ത്തിയപ്പോൾ അരിശം തോന്നിയ ആശാരി സഞ്ചിയിലുണ്ടായിരുന്ന പണി സാധനങ്ങളിലെ കൊട്ടുപടി എന്ന് പറയുമല്ലോ, ചുറ്റിയ പോലെ തടിയിലുണ്ടാക്കുന്ന കൊട്ടുപടി, അതെടുത്ത് അയാളുടെ തലയിലടിച്ചു. ഏത് ഈ കള്ളൊഴിച്ചവൻ്റെ തലയിൽ. അപ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇയാൾ 2 കുപ്പി കള്ള് വാങ്ങിച്ച് കുടിക്കും ഈ ആശാരി. അപ്പോൾ ആ കള്ള് ഷോപ്പിൽ ആരിനി കള്ള് കുടിക്കാൻ വന്നാലും ശരി, ഒരാൾ വന്നാൽ എല്ലാവരും എണീറ്റ് നിൽക്കണം, എന്നിട്ട് അയാൾ പറയണോ ഇരിക്കാൻ. അങ്ങനത്തെ ഒരു ചട്ടമ്പിയായിരുന്നു ഈ ആശാരിയുടെ തലയിൽ കള്ളെടുത്ത് ഒഴിച്ചത് കേശവൻ. അടികൊണ്ട് അയാൾ വീണപ്പോൾ ഷാപ്പിലുണ്ടായിരുന്നവർ കേശവൻ വീണേന്ന് വിളിച്ചു കൂവിയപ്പോഴാണ് താൻ കൊട്ടുപടി കൊണ്ട് അടിച്ചു വീഴ്ത്തിയത് റൗഡി കേശവനാണെന്ന് ആശാരി ശരിക്കും അറിയുന്നത്. കീരിക്കാടൻ ചത്തേന്ന്
നമ്മുടെ കൊച്ചിൻ ഹനീഫ വിളിക്കുമല്ലോ ഹൈദരാലി, ഹൈദ്രോസ്, അതുപോലെ ഷാപ്പിനകത്തിരുന്നവർ കേശവൻ വീണു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആശാരിക്കത് മനസ്സിലായത്. കൈ കിട്ടിയതൊക്കെ എടുത്ത് ഭാര്യയെയും മക്കളെയും കൂട്ടി ആശാരി അന്ന് രാത്രി തന്നെ ചാലക്കുടിയിൽ നിന്ന് മുങ്ങി. ഇതാണ് ലോഹി കഥയുടെ കാണാപ്പുറങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. നമ്മളത് വായിച്ച് കോൾമേർ കൊണ്ടിരിക്കാം. ഇതായിരിക്കും കഥ. ഇതിൽ നിന്നാണ് കിരീടം ഉണ്ടായത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മോഹൻലാലിന് സേതുമാധവൻ ദേശീയ അവാർഡിൽ പ്രത്യേക അവാർഡ് നൽകിയതും മോഹൻലാലിനും ഉണ്ണിക്കും സിബിക്കും തനിക്കും ആ വർഷത്തെ ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചതുമൊക്കെ പറഞ്ഞാണ് ഈ കിരീടത്തിൻ്റെ കഥ കണ്ടെത്തിയ കഥയുടെ കാണാപ്പുറങ്ങളിൽ ലോഹിതദാസ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ്റെ അവാർഡ് 4 പേർക്ക് കിട്ടിയത് പറയുമ്പോൾ കിരീടത്തിനായി യഥാർത്ഥത്തിൽ കാശ് മുടക്കിയ ദിനേശ് പണിക്കരെ ബോധപൂർവം ലോഹി ഒഴിവാക്കി. നിർമ്മാതാക്കൾ 2 പേരല്ലേ. കിരീട ഉണ്ണിയുടെ ബുദ്ധിയും കിരീട ഉണ്ണിയുടെ പരിചയങ്ങളും ദിനേശ് പണിക്കരുടെ കൺട്രോളിൽ ജോലി ഉണ്ടായിരുന്ന ദിനേശ് പണിക്കരുടെ പൈസയും ചേർത്താണല്ലോ കിരീടം ഉണ്ടായത്. പക്ഷേ സിബി മലയിൽ ലോഹിതദാസിൻ്റെ ഗുഡ് ബുക്കിൽ ദിനേശ് പണിക്കർ എന്തുകൊണ്ടോ ഇല്ല. കാരണം കിരീടം കഴിഞ്ഞ ശേഷം പിന്നെ ദിനേശ് പണിക്കർ വിതരണക്കാരനും നിർമ്മാതാവുമായ ഒരു പടത്തിലും ലോഹിതദാസിനെ വച്ചില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ദിനേശ് പണിക്കരോട് ചോദിക്കാം, പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല. എന്നാൽ കിരീട ഉണ്ണി പിന്നെ തുടരെ ലോഹിതദാസിൻ്റെ ചെങ്കോലടക്കം, സാദരമടക്കം, നമ്മുടെ മഞ്ജു വാര്യർ ആദ്യമായിട്ട് അഭിനയിച്ച പടമടക്കം ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ. അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, 5 പേർക്ക് അവാർഡ് കിട്ടിയതിൽ 4 പേരുടെ പേരെ ലോഹിതദാസ് അതിൽ പറയുന്നുള്ളൂ. ബോധപൂർവം ലോഹിതദാസ് ദിനേശ് പണിക്കരെ പേര് ഒഴിവാക്കി. അതാണ് ലോഹിതദാസ് എന്ന മനുഷ്യൻ്റെ കഴിവ് എന്ന് ഞാൻ പറയും. പറഞ്ഞു ഫലിപ്പിക്കാനും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാനും അദ്ദേഹത്തിന് അറിയാം. കിരീടം കഴിഞ്ഞപ്പോൾ കൃപ ഫിലിംസ് എന്നായിരുന്നല്ലോ പേര്. കൃപ ഫിലിംസ് എന്ന ബാനറും കൃഷ്ണകുമാറിൻ്റെ, ഈ കൃപ ഫിലിംസ് എന്ന് പറഞ്ഞ ബാനർ ഉണ്ടായത് കൃഷ്ണകുമാറിൻ്റെ ഉണ്ണിയുടെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ആ കൃഷ്ണകുമാറിൻ്റെ കൃവും ദിനേശ് പണിക്കരുടെ പായും ചേർത്താണ് കൃപ എന്ന് പറഞ്ഞ ബാനർ ഉണ്ടാക്കിയത്. ഇതൊക്കെ ആരും പറയാറില്ല. അതാണ് ലോഹിതദാസ് പോലും പറയാറില്ല. അപ്പോൾ കിരീടം കഴിഞ്ഞപ്പോൾ കൃപ ഫിലിംസ് എന്ന ബാനറും എന്താ പറയുക ലോഹിതദാസിനെയൊക്കെ കൊണ്ട് ഉണ്ണിയുടെ വഴിക്കും പോയി, പണിക്കരുടെ വഴിക്കും പോയി. എന്തുകൊണ്ടോ ദിനേശ് പണിക്കർ ലോഹിയുടെ പിന്നാലെ പിന്നെ പോയില്ല. അതിനാൽ ക്രിട്ടിക്സ് അവാർഡ് ജേതാക്കളിൽ നിർമ്മാതാക്കൾ 2 പേർക്കും കൂടി കിട്ടിയ പുരസ്കാരത്തിൽ നിന്നും ലോഹി പണിക്കരുടെ പേര് പുസ്തകത്തിൽ അങ്ങ് വെട്ടി. പണിക്കർ എന്നാൽ അതിനെ പ്രതികരിച്ചുമില്ല. കഥ വഴിമാറി പോവുകയാണ്. ഒരു പോലീസുകാരൻ്റെ മകൻ SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ കയറാം SI ആയിട്ട്. പോലീസുകാരൻ്റെ മകനല്ലേ. അപ്പോഴാണ് അറിയുന്നത് ജ്യേഷ്ഠനെ വയറൻ ചെൽവൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തുള്ള ഒരു ഗുണ്ട ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു. പിന്നൊന്നും ആലോചിച്ചില്ല. ഈ SI സെലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന പയ്യൻ വേറൊന്നും ആലോചിച്ചില്ല. അവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ജ്യേഷ്ഠനെ കൊന്ന ഗുണ്ടയെ കൊന്ന് പ്രതികാരം വീട്ടി. SI സെലക്ഷൻ പോയി എന്ന് ഞാൻ പറയണ്ടല്ലോ. ഭാവി ഉണ്ടായിരുന്ന ആ പയ്യൻ ഗുണ്ട ലിസ്റ്റിൽ കയറുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ അവൻ ഗുണ്ടയായി മാറ്റപ്പെട്ടു. അവൻ ആ വഴിയെ പോയി. അയാളുടെ പേരാണ് ഗുണ്ടുകാട് സാബു. ഒരു ഗുണ്ട ജനിക്കുന്നത് അങ്ങനെയാണ് തിരുവനന്തപുരത്ത്. ഗുണ്ടുകാട് സാബു എന്ന് പറഞ്ഞ ഗുണ്ട ജനിച്ചത് അങ്ങനെയാണ്. കാരണം സ്വന്തം ജ്യേഷ്ഠനെ ഒരാൾ കൊന്നപ്പോൾ അനുജന് തോന്നി എൻ്റെ SI ഒന്നുമല്ല എൻ്റെ പ്രശ്നം, എൻ്റെ കൂടെ വളർന്ന, ഞാൻ ചേട്ടാന്നോ അണ്ണാന്നോ വിളിച്ച് വളർന്ന ചേട്ടനെ കൊന്നപ്പോൾ ആ കൊന്നവനെ കൊന്നു. അങ്ങനെ ഗുണ്ടയായി പോയ ആളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊമോഷനൊക്കെ കിട്ടി സാബു എവിടെ ഇരിക്കേണ്ടത്? ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട് സാബുവിനെ, പക്ഷെ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് ഗുണ്ടുകാട് സാബു ഒരു ഗുണ്ടയായി ജനിക്കുന്നത്. സാഹചര്യം ആ നല്ല പയ്യനെ ഗുണ്ടയാക്കി മാറ്റി. സമൂഹം അത് ഏറ്റുവിളിച്ചു. നിലനിൽപ്പിനായി അവൻ ആ പേര് സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് ഗുണ്ടുകാട് എന്ന് പറഞ്ഞ് നമ്മുടെ എന്താ പറയുക PMGക്ക് അടുത്ത് ഉള്ള സ്ഥലമാണ് ഗുണ്ടുകാട്. അവിടെ അതിനടുത്താണ് ലോ കോളേജ്. ആ ലോ കോളേജിലെ ഹോസ്റ്റലിൽ ഒരുപാട് കാലം ജീവിച്ച നമ്മുടെ ലോഹിതദാസൻ എന്ന് പറയുന്ന ലോഹിതദാസ് ഈ കഥ കേട്ടിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സേതുവിൻ്റെ അച്ഛൻ ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരായിരുന്നു. സേതു ആണെങ്കിൽ SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്നവനുമാണ്. കീരിക്കാരനെ മനഃപൂർവ്വം അവൻ കൊന്നതല്ല. അച്ഛനെ തല്ലിയത് കണ്ടപ്പോൾ തല്ലി കൊന്നു ഗുണ്ടയായി. മറ്റത്
ജ്യേഷ്ഠനെ കൊന്നതിൻ്റെ പേരിൽ ആ ഗുണ്ടയെ കൊന്നാണ് ഈ ഗുണ്ടുകാട് സാബുവിൻ്റെ ജീവിതം തകർന്നത്. ഈ കഥ ലോ കോളേജിൽ അളിയൻ്റെ, അതായത് അമ്മയുടെ സഹോദരൻ്റെ മകൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഒട്ടി ജീവിക്കുന്ന കാലത്ത് ലോഹി കേട്ട കഥയാണ്. പക്ഷെ ലോഹി പറയും, ചാലക്കുടിയിൽ ഒരു ആശാരി ഉണ്ടായിരുന്നു. ആശാരി കള്ളു കുടിക്കാൻ കള്ള് ഷാപ്പിൽ വരും. അവിടെ വരുമ്പോൾ കേശവൻ എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയെ കണ്ടു. കേശവൻ കള്ളെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു. അപ്പോൾ ആശാരിക്ക് ദേഷ്യം വന്നു. ആശാരി പണിയായുധങ്ങളിൽ നിന്ന് കൊട്ടുവടിയെടുത്ത് കേശവൻ്റെ തലയിലടിച്ചു. അപ്പോൾ കേശവൻ വീണേ എന്ന് കള്ള് ഷാപ്പിലിരുന്നവർ വിളിച്ചു. അപ്പോഴാണ് ഇത് ഗുണ്ട കേശവനാണെന്ന് അറിയുന്നത്. അന്ന് രാത്രി തന്നെ കയ്യിൽ കിട്ടിയതെല്ലാം പറക്കിക്കൊണ്ട് ആശാരി മക്കളെയും ഭാര്യയും കൊണ്ട് മുങ്ങി. ഇത് വെച്ചാണ് ഞാൻ കിരീടം ഉണ്ടാക്കിയതെന്ന് പറയും. അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ലോഹിദാസിൻ്റെ കഥമോഷണത്തെക്കുറിച്ചായിപ്പോ. അത് പോട്ടെ. ലോഹി പറഞ്ഞ മേസിരിയാണോ, ഈ പറഞ്ഞ ഗുണ്ടുകാട് സാബുവിൻ്റെ യഥാർത്ഥ ജീവിതമാണോ കിരീടത്തിന് അനുയോജ്യമെന്ന് ഞാനിത് കാണുന്ന നിങ്ങൾക്ക് വിടുന്നു. ലോഹിദാസ് ഇങ്ങനെ പലതും പറയും. വിഷയം പിന്നെയും വഴിമാറി. പറഞ്ഞു വരുമ്പോൾ അറിയാതെ ഓരോ വഴി മാറിപ്പോകുന്നതാണ്. നമ്മൾ കഥ പറഞ്ഞു വരുമ്പോൾ കഥയിൽ നിന്ന് മാറിപ്പോ. നമ്മൾ കീരിക്കാടനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മോഹൻ ജോസിനെ കുറിച്ചാണ്, മോഹൻരാജിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ നമ്മളെ വഴി മാറിപ്പോയി. കീരിക്കാടനാണ് കിരീടത്തിൻ്റെ നട്ടല്. അഭിനയിക്കാൻ അറിയാത്ത ഒരാളാകണം ആ വേഷം ചെയ്യാനെന്ന് ലോഹിതദാസ് പറഞ്ഞിരുന്നതായി ദിനേശ് പണിക്കര് തന്നെ പല ചാനലിലും, അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനലടക്കം പലതിലും പറഞ്ഞിരുന്നു. അഭിനയിക്കാൻ അറിയാത്ത ആളെ വേണമെങ്കിൽ ഒരു പുതുമുഖത്തെ തേടണം. അതിന് പകരം മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ സജീവമായി അഭിനയിക്കുന്ന പ്രദീപ് ശക്തിയെ 25,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ട് അഭിനയിക്കാൻ അറിയാത്ത ആളെ വേണമെന്ന് ലോഹി പറഞ്ഞെന്ന് എന്തിനാ പണിക്കര് പുളു അടിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു പുതിയ ആളെ തേടണമെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യാനുള്ളത്. ഇപ്പം സല്ലാപം ചെയ്യുമ്പോൾ ഒരു പുതിയ പെൺകുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ മഞ്ജു വാര്യരെ കണ്ടെത്തിയതുപോലെ കിരീടത്തിലെ ഈ പറയുന്ന കീരിക്കാടനാവാനായിട്ട് ഒരു പുതുമുഖം വേണമെങ്കിൽ പുതുമുഖങ്ങളല്ലേ അന്വേഷിക്കണ്ടേ. അതിന് പകരം 6 അടി പോലും പൊക്കമില്ലാത്ത ആ ജനബഹുന്നല്ലോ, ഒരു മെലിഞ്ഞ കഷണ്ടിക്കാരല്ലേ ആ പ്രദീപ് ശക്തി. അയാൾക്ക് ആകെ ഉള്ള ആ 2 കണ്ണാണ്. ആ പ്രദീപ് ശക്തിയെ 25,000 രൂപ കൊടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്തിട്ട് അയാൾ സമയത്തിന് വരാതെ പോയതാണ്. പക്ഷേ പണിക്കരൊക്കെ ഇങ്ങനെ പറയുള്ളൂ. രണ്ടാമത്തെ കാര്യം, പറയുന്നത് കേട്ടാൽ തോന്നും ലോഹിതദാസാണ് സംവിധായകനെന്ന്. കിരീടം ചെയ്യുന്നതിന് 3 വർഷം മുമ്പ് 1986 മികച്ച ദേശീയോദ്ഗ്രഥന അവാർഡ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വാങ്ങിയ സംവിധായകനാണ് സിബി മലയിൽ. പക്ഷേ ഈ എഴുത്തുകാരന്മാരെല്ലാം കൂടി എഴുതി എന്ത് പറ്റി നട്ടാൽ ഈ കീരിക്കാടനെ കണ്ടെത്തിയാലും ശരി, സേതുമാധവനെ കണ്ടെത്തിയാലും ശരി, അച്യുതൻ നായരെ കണ്ടെത്തിയാലും ശരി, എല്ലാം ലോഹിയാണ്. സിബി മലയിൽ എന്ന് പറഞ്ഞ ആളിന് ഒരു റോളും ഇല്ലാന്ന് തോന്നുന്നു. കാരണം ലോഹിതദാസിന്റെ 2ാമത്തെ പടമാണ്. ആദ്യ പടം എന്ന് പറയുന്നത് തനിയാവർത്തനം. സിബി മലയിൽ സംവിധാനം ചെയ്ത പടത്തിൽ വേണമെങ്കിൽ സിബി മലയിൻ്റെ ഔദാര്യം എന്ന് പറയണ്ട, പക്ഷേ ഒരു സ്ക്രിപ്റ്റ് മാറ്റി എഴുതാൻ ഒരാളെ തിരക്കുമ്പോഴാണ് ലോഹിതദാസിനെ തിലകൻചേട്ടൻ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ നാടകത്തിലൊരാളുണ്ട്, എനിക്ക് നല്ല അറിയാവുന്ന ആളാണ്, നാടകത്തിൽ നല്ല പഞ്ച് ഡയലോഗുകളൊക്കെ എഴുതും, നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞാണല്ലോ വിളിച്ചുകൊണ്ട് വരുന്നത്. വന്നപ്പോൾ എനിക്ക് ആ കഥ സ്ക്രിപ്റ്റാക്കാൻ വയ്യ, ഞാൻ വേറൊരു കഥ പറയാമെന്ന് പറഞ്ഞാണല്ലോ തനിയാവർത്തനം ചെയ്യും. പക്ഷേ നമ്മൾ കിരീടത്തെക്കുറിച്ചായാലും തനിയാവർത്തനത്തെക്കുറിച്ചായാലും അല്ലെങ്കിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഏത് സിനിമകളെക്കുറിച്ച് സംസാരിച്ചാലും നമ്മൾ ലോഹിതദാസിനെ 1ാം സ്ഥാനത്ത് നിർത്തിയിട്ട് സിബിയെ 2ാം സ്ഥാനത്താക്കും. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയോദ്ഗ്രഥന അവാർഡ്, നാഷണൽ അവാർഡ് വാങ്ങി ദൂരെ ഒരു കൂടുകൂട്ടാമെന്ന് പറഞ്ഞ സിനിമ ചെയ്ത ശേഷമാണ് അദ്ദേഹം കിരീടം ചെയ്യുന്നത്. പക്ഷേ ഈ എഴുതുന്നവർക്കും പറയുന്നവർക്കും ലോഹിയെ ഉയർത്തി കാണിക്കാനും സിബി മലയിലിനെ എഴുത്തി കാണിക്കാനുമാണ് ഇഷ്ടം എന്ന് തോന്നി. അങ്ങനെ ഗുണ്ടടിക്കുള്ളൂ ആരായാലും. സിബിയുടെ കൂടെ തനിയാവർത്തനം ചെയ്ത് കഴിയും മുമ്പേ ലോഹിതദാസിനെ MT വാസുദേവൻ നായർക്കും പത്മരാജനും മേലെ പ്രതിഷ്ഠിക്കാൻ ചിലർ കാട്ടുന്ന വ്യഗ്രതയാണ് ഇത്തരം കള്ളം പറച്ചിലുകളുടെ കാരണം എന്ന് ഞാൻ പറയും. കിരീടമോ 3ാം മുറയോ മോഹൻരാജിൻ്റെ ആദ്യ പടം എന്ന അവകാശവും ഉന്നയിക്കാൻ പറ്റില്ല. അതാണ് രസം. കിരീടം മോഹൻരാജിൻ്റെ ആദ്യത്തെ പടമല്ല. കോഴിക്കോട്ട് നിന്നും മധുരയിലേക്ക് മോഹൻരാജിന് സ്ഥലമാറ്റം കിട്ടി. എൻഫോഴ്സ്മെൻറ്റിൽ മോഹൻരാജ് പോയി. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൻ്റെ നേരെ എതിർവശത്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഓഫീസാണ്, SSI രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഓഫീസാണ്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് മോഹൻരാജ് പരിചിതനായി. ആദ്യ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്കൊരു സിനിമാ താരമാകാൻ തക്ക ലുക്കുണ്ടല്ലോ എന്ന് അദ്ദേഹം മോഹൻരാജിനോട് പറഞ്ഞു. കാരണം ഇത്രയും ഹൈറ്റും തടിയുമൊക്കെ ഉള്ള ഉണ്ട കണ്ണുമൊക്കെ ഉള്ള വല്ലാത്ത വക്കിന്ന് ചിരിയൊക്കെ ഉള്ള മോഹൻരാജിനെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സിനിമ നടനാവാനുള്ള മിടുക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴാളാണ്.
ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ആൺപാവം എന്നൊരു തമിഴ് സിനിമ നിർമ്മിക്കാൻ ആ സമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു വേഷമുണ്ട്. ആ വേഷം ചെയ്യേണ്ട സത്യരാജായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യരാജിന് തോന്നി ഇതൊരു ചെറിയ വേഷമല്ലേ, ഞാൻ ചെയ്യേണ്ട വേഷമല്ല, ഒരു പുതിയ ആൾ ആരെങ്കിലും ചെയ്യട്ടെ, അല്ലെങ്കിൽ ചെറിയ നടന്മാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സത്യരാജ് ആ വേഷം ഉപേക്ഷിച്ചു. ഇതറിഞ്ഞ SSC ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലം വരെ നമുക്ക് പോകാമോ എന്ന് ചോദിച്ച് മോഹൻരാജിനെയും കൂട്ടി ലൊക്കേഷനിൽ പോയി. ഈ ആൺപാവം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ പോയി. കണ്ട മാത്രയിൽ ഇയാൾ മതിയെന്ന് സംവിധായകൻ ഉറപ്പിച്ചു. അയ്യോ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് മോഹൻരാജ് പറഞ്ഞതുമില്ല. അഭിനയിക്കാം, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ മോഹൻരാജ് കയറി ആ വേഷം ചെയ്തു. ഇതുപോലെ തന്നെ കിരീടത്തിൽ വേഷവും വന്നത്. ഒന്ന് തിരുവനന്തപുരം വരെ വരാമോ എന്ന് കലാധരൻ ചോദിച്ചു, വന്നു. നിർമ്മാതാക്കളെയും സംവിധായകനെയും ഒക്കെ കാണിച്ചു, അവരൊക്കെ എല്ലാം ഓക്കെ. ലോഹിയെ കാണിക്കാൻ പോകുമ്പോൾ ലിഫ്റ്റ് ഇറങ്ങി ഡോറ് തുറന്ന് ലോഹി ഇറങ്ങി വരുമ്പോൾ ഈ ആചാനുബാഹുവായ ആള് നിൽക്കുന്നത് കണ്ടത്. ലോഹിതദാസ് അടിമുതൽ മുടിവരെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ലോഹി പറഞ്ഞു, മുറിയിലേക്ക് വരും. മുറി ചെന്നവൻ പറഞ്ഞു, ഈ പടത്തിലെ നമ്പർ 1 ക്യാരക്ടറാണ്, നിങ്ങളിത് ചെയ്യണം എന്ന് ലോഹി പറഞ്ഞു. കഥയും കഥാപാത്രവും കേട്ട ഞാൻ വെള്ളം കുടിച്ചു പോയി എന്നാണ് കീരിക്കാടൻ പറയാറ്. ഈ കീരിക്കാടൻ ജോസിനെ കുറിച്ച് ലോഹിതദാസ് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിച്ചു പോയി, ഉമിനീര് വറ്റിപ്പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. അമരീഷ് പുരിയോ ഓം പുരിയോ അല്ലെങ്കിൽ നാനാ പടക്കറോ നസറുദ്ദീൻ ഷായോ ഒക്കെ ചെയ്യേണ്ട വേഷമാണ് ഇത്, ഞാനാണോ ചെയ്യേണ്ടതെന്ന് സ്വയം ആലോചിച്ചു. അപ്പോഴും പ്രദീപ് ശക്തി എന്ന് പറഞ്ഞ നടൻ എത്തും എന്നായിരുന്നു കിരീടത്തിൻ്റെ സെറ്റിലെ എല്ലാവരുടെയും വിശ്വാസം. കാരണം 25,000 രൂപയും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അയച്ചു കൊടുത്തതല്ലേ, വരാതിരിക്കില്ല. അങ്ങനെ പ്രദീപ് ശക്തി വരികയാണെങ്കിൽ ഈ പറഞ്ഞ മോഹൻരാജിന് കീരിക്കാടൻ ജോസിൻ്റെ ചിങ്കിടിയായി നടക്കുന്ന പരമേശ്വരൻ, നമ്മുടെ കുണ്ടറ ജോണി ചെയ്ത വേഷം മോഹൻരാജിന് കൊടുക്കാമെന്നാണ് കിരീടത്തിൻ്റെ ആൾക്കാർ നിശ്ചയിച്ചു വെച്ചത്. പക്ഷേ പ്രദീപ് ശക്തി വന്നില്ല. അതുകൊണ്ട് കീരിക്കാടൻ മോഹൻരാജായി. കീരിക്കാടനും സേതുമാധവനും ആയുള്ള തല്ല് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ പടം. ഇൻ്റർവ്യൂ തന്നെ ഒരു തല്ലിലാണല്ലോ അവസാനിക്കുന്നത്. നല്ല നാടൻ തല്ല് മതിയെന്ന് സംവിധായകൻ ഉറപ്പിച്ചു. ഫൈറ്റ് മാസ്റ്റർ ഇട്ട സ്റ്റെപ്പൊക്കെ സംവിധായകൻ തള്ളി. പകരം മോഹൻലാൽ തന്നെ നിർദ്ദേശങ്ങൾ വച്ചു, ഞാൻ ഇങ്ങനെ തല്ലാം, അപ്പോൾ മോഹൻരാജ് എന്നെ തിരിച്ച് ഇങ്ങനെ തല്ലണം, ഞാൻ അങ്ങോട്ട് ചാടുമ്പോൾ മോഹൻരാജ് എൻ്റെ കാലിൽ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് മോഹൻരാജിന് സിബിമലയിൽ തന്നെ നിർദ്ദേശം കൊടുത്തു. ഞാൻ നിങ്ങളെ തല്ലാനായി ചാടി വരുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറി എന്നെ ഇങ്ങനെ തൂക്കി എറിയട്ടെ, അപ്പോൾ ഞാൻ ആ വടിയെടുക്കാം, നാടൻ തല്ലുതല്ല. അപ്പോൾ കീരിക്കാട എന്നെ ഇങ്ങനെ പൂട്ടിട്ട് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ എന്നെ സജഷനെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. ആരനാട്ടെ തല്ല് കണ്ടു നിന്ന ഒരാൾ എന്ന നിലയിൽ സത്യസന്ധമായി ഞാൻ പറയുന്നു, മലയാള സിനിമയിൽ മോഹൻലാൽ അല്ലാതെ മറ്റൊരു നടനായിരുന്നു സേതുമാധവനായിരുന്നതെങ്കിൽ അപ്പോൾ മോഹൻരാജിനെ പറഞ്ഞു വിടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇയാളെ മാറ്റണം, ഇല്ലെങ്കിൽ ഞാൻ നാളെ പോവും എന്ന് പറയും. വേറെ ഏത് ആർട്ടിസ്റ്റാണെങ്കിലും പറയും. കാരണം ടൈമിങ് അറിയാത്ത പാവമായിരുന്നു മോഹൻരാജ്. ഫൈറ്റിന് ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, ദേഹത്ത് കൊള്ളാതെ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ദേഹത്ത് പിടിക്കുമ്പോൾ പിടിക്കാതെ പിടിക്കണം, അതൊക്കെ എങ്ങനെയെന്ന് പഠിക്കേണ്ടതുണ്ട്. അതൊന്നും അറിഞ്ഞിടാത്ത മോഹൻരാജ് മോഹൻലാലിനെ ഈഞ്ച തല്ലും പോലെ തല്ലി എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞ മോഹൻലാലിന് എണീറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ അടിച്ച് പഞ്ചറാക്കി മോഹൻരാജ്. എല്ലാം മോഹൻലാൽ നന്നായി കൊണ്ടു എന്നതാണ് സത്യം. അതുകൊണ്ട് കൂടിയാണ് സേതുമാധവനെ സ്ക്രീനിൽ കണ്ട അമ്മമാർ ഇപ്പോഴും കരയുന്നത്. കാരണം കീരിക്കാട ഇടിക്കുന്ന ഇടിയൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ സേതുമാധവൻ്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പരിധിവരെ ഒറിജിനൽ അടി കിട്ടിയതുകൊണ്ടാണ് മോഹൻലാൽ ആ വേഷം മനോഹരമാക്കിയതെന്ന് ഞാൻ പറയും. സത്യരാജന് പകരക്കാരനായത് വേണ്ട വിധം ശ്രദ്ധിച്ചില്ല. അതിനാൽ ഒരു കുഴപ്പവും മോഹൻരാജിന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലുണ്ടായില്ല. കാരണം ആ പടം ഏറ്റില്ല. അതുകൊണ്ട് അതിൽ സത്യരാജിന് പകരം മോഹൻരാജ് അഭിനയിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷേ കീരിക്കാടൻ ജോസിനെ സകലമാന പേരും അറിഞ്ഞു, അതിൻ്റെ കുഴപ്പവും ഉണ്ടായി. സിനിമാ അഭിനയത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങാത്തതിൻ്റെ പേരിൽ കീരിക്കാടനെ എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 20 വർഷം മോഹൻരാജ് പുറത്ത് നിൽക്കേണ്ടി വന്നു. അദ്ദേഹം കേസ് കൊടുത്തു. 20 വർഷം കോടതി കയറി ഇറങ്ങിയിട്ട് 2010 കേസ് പറഞ്ഞ് തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ സസ്പെൻഷൻ കാലാവധിയിലെ സർവീസ്
തിരിച്ചു കൊടുത്തില്ല. അവസാനം കാരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയർമാരെല്ലാം സീനിയറാവും. 20 വർഷം മാർക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഈ ജൂനിയേഴ്സിനെയൊക്കെ നോക്കി സല്യൂട്ട് അടിക്കേണ്ട അവസ്ഥയായി കീരിക്കാടൻ. 2015 അദ്ദേഹം സ്വയം പിരിഞ്ഞു പോന്നു എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന്. സത്യനന്ദിക്കാടിൻ്റെ കനൽക്കാറ്റിലെ കരിയുമ്പായി, ബിജി തമ്പിയുടെ മറുപുറത്തിലെ സലീം, മോഹൻലാലിൻ്റെ ഹലോ എന്ന് പറഞ്ഞ സിനിമയിലെ 3 വില്ലന്മാരുണ്ടല്ലോ, നർമ്മം കലർന്ന വില്ലന്മാർ, അതിലൊരാൾ. ഇതൊക്കെയായിരുന്നു മോഹൻരാജിന് ഇഷ്ടപ്പെട്ട തൻ്റെ വേഷങ്ങൾ. തമിഴ് തെലുങ്ക് സിനിമകളിലെ ഏതാണ്ട് എല്ലാ നായകന്മാരുടെയും തല്ലുകൊള്ളി വേഷങ്ങൾ ചെയ്തു. തെലുങ്കിൽ നല്ല പ്രതിഫലവും വാങ്ങിച്ചു. വിജയശാന്തിയുടെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കാഞ്ഞിരകുളം, ഇന്നലെ വാർത്തയിൽ ഏതോ വിവരം കേട്ട ചാനലിലൊക്കെ പറഞ്ഞത് കഠിനംകുളം എന്നാണ്. കഠിനംകുളം എന്താ പറയുക, നമ്മുടെ ഈ ഇങ്ങോട്ടാണ്, വടക്കോട്ടാണ്. കാഞ്ഞിരകുളം എന്ന് പറഞ്ഞാൽ തെക്കോട്ടാണ്. ഈ തെക്കും വടക്കും പോലും അറിയാത്തവർ എഴുതി കൊടുത്തത്, ടി വിയിൽ വായിച്ചത് മോഹൻരാജിൻ്റെ ഭൗതിക ശരീരം കഠിനംകുളത്തുണ്ട്. ആരെങ്കിലുമൊക്കെ കഠിനംകുളത്ത് പോയോന്ന് എനിക്കറിയില്ല. അവിടെ കാഞ്ഞിരംകുളത്ത് 4 കെട്ട് സുകുമാര നികേതനിൽ DYSP ആയിരുന്ന സുകുമാരൻ നാടാരുടെയും പങ്കജാക്ഷിയുടെയും 5 ആൺമക്കളിൽ 3ാമനാണ് മോഹൻരാജ്. തിരുവനന്തപുരം ആർട്സ് കോളേജിലെ പഠനശേഷം പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിൽ വെച്ച് ഒരു അപകടത്തിൽ കാലിന് പരിക്ക് പറ്റി. അങ്ങനെ പട്ടാളം പണി അവസാനിപ്പിച്ചു. കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായി. ഇതിനിടയിൽ സബ് ഇൻസ്പെക്ടറായിട്ടും സെലക്ഷൻ കിട്ടി, പോയില്ല. ആലോചിച്ച് നോക്കിയേ, ഒരു SI ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എവിടെ എത്തിയെന്നെ, SP ഒക്കെ ആയെന്നെ. പെട്ടെന്നായിരുന്നു രോഗബാധിതനായത്. ആദ്യം കാലുകളിൽ വെരിക്കോസ്, പിന്നെ പാർക്കിൻസൺ എന്ന് പറഞ്ഞ രോഗം വന്നു. നടക്കാൻ ബുദ്ധിമുട്ടിയതും ഓർമ്മകളില്ലാതെ പോയതും ശരിക്കും മോഹൻരാജിനെ കുഴച്ചു എന്ന് പറയാം. 2 ആളിൻ്റെ വലിപ്പമുണ്ടായിരുന്ന മനുഷ്യൻ മെലിഞ്ഞ് വല്ലാത്ത രൂപത്തിലായി. ചേതനയേറ്റ കീരിക്കാടനെ കാണാൻ ഇന്ന് രാവിലെ ഞാൻ കാഞ്ഞിരംകുളത്ത് പോയി. ഒരു ആഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ എന്നെ പിന്നെയും ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും കീരിക്കാടൻ ജോസായ മോഹൻരാജാണ് ഈ പെട്ടിക്കുള്ളിൽ കിടക്കുന്നതെന്ന് മനസ്സിലാകാത്ത അത്രയും ശോഷിച്ചു പോയി മോഹൻരാജ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, ഇപ്പോഴത്തെ പുതിയ ചെയർമാൻ പ്രേംകുമാർ അവിടെ നിൽപ്പുണ്ട്. അല്ലാതെ അറിയപ്പെടുന്ന സിനിമാക്കാരെ ആരെയും ഞാൻ അവിടെ കണ്ടില്ല. കുറേ ക്യാമറകളും അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം 5 മണിക്കാണ് അടക്കം. നമ്മളിത് ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹം മണ്ണിനടിയിലേക്ക് പോയി കഴിഞ്ഞു. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും എന്ന് നമുക്ക് ആശിക്കാം. എനിക്ക് തോന്നിയത് കാഞ്ഞിരംകുളത്തുകാരുടെ പോലും സജീവമായ പങ്കാളിത്തം തോന്നാത്ത ഒരു ഓഡിറ്റോറിയത്തിൽ മകളെ കാത്തു കിടക്കുന്ന ആ അച്ഛനെ കിരീടം എന്ന സിനിമ ഉള്ളിടത്തോളം കാലം മലയാളി മറക്കില്ല. അത്രമാത്രം കഥാപാത്രമായി മാറിപ്പോയിരുന്നു മോഹൻരാജ് എന്ന കീരിക്കാടൻ ജോസ്. മേളി ചെല്ലുമ്പോൾ കീരിക്കാടന് ജന്മം നൽകിയ ലോഹിതദാസും കണ്ണീർ പൂവിന് കവിളിൽ തലോടി എന്നുള്ള പാട്ട് ചെയ്ത, മനോഹരമായ പാട്ട് ചെയ്ത ജോൺസനും, അതുപോലെ തന്നെ സേതുമാധവൻ്റെ അച്ഛനായി അഭിനയിച്ച തിലകൻ ചേട്ടനും, അമ്മയായി അഭിനയിച്ച കവിയൂർ പൊന്നമ്മയും, കൂട്ടുകാരനായി അഭിനയിച്ച ശ്രീനാഥും, മുത്തശ്ശിയായി അഭിനയിച്ച ഫിലോമിനയും, ചേച്ചിയായിട്ട് അഭിനയിച്ച കനകലതയും, കീരിക്കാടൻ്റെ സഹായിയായി പരമേശ്വരനായി അഭിനയിച്ച കുണ്ട്ര ജോണിയും ഒക്കെ കീരിക്കാടനെ സ്വീകരിക്കാൻ അങ്ങ് മേളിലുണ്ടാവും എന്ന് ഞാൻ ആശിക്കുന്നു. അവരോടൊക്കെ കഴിഞ്ഞതൊക്കെ അയറിറക്കി സന്തോഷത്തോടെ കഴിയൂ മോഹൻരാജെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്ഥലപ്പേരിലും കഥാപാത്രത്തിൻ്റെ പേര് ചേർത്തു നിരവധി പേർ സിനിമയിലുണ്ട്. വയലാറ്, പറവൂർ ദേവരാജൻ, തെക്കുറിശി സുകുമാരൻ നായർ, കുതിരവട്ടം പപ്പു, കടുവാക്കുളം ആൻ്റണി, മാള അരവിന്ദൻ, നെല്ലിക്കോട് ഭാസ്കരൻ, പിന്നെ അടൂരാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനുണ്ട്, അടൂർ ഭവാനിയുണ്ട്, അടൂർ പങ്കജമുണ്ട്, അടൂർ ഫാസിയുണ്ട്, കവിയൂർ പൊന്നമ്മയുണ്ട്, ആറന്മുള പൊന്നമ്മയുണ്ട്. ഇങ്ങനെ സ്ഥലപ്പേര് കൂടി ചേർത്ത ഒരുപാട് എന്താ പറയുക അഭിനേതാക്കൾ അല്ലെങ്കിൽ സിനിമാക്കാർ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ പേര് വെച്ച് പറയുന്നത് ഇപ്പോൾ മണിയമ്പിള്ള രാജുവിനെ എല്ലാവരും അറിയുന്ന മണിയമ്പിള്ള എന്നുള്ള സിനിമയിൽ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ളയിൽ അഭിനയിച്ചതുകൊണ്ട് മണിയമ്പിള്ള രാജു എന്നാണല്ലോ അറിയുന്നത്. അതുപോലെ തന്നെ സിൽക്ക് എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ടാണല്ലോ സിൽക്ക് സ്മിത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ടെലിഫിലിമിലാണെങ്കിൽ പോലും മനോഹരമായി ചെയ്ത ലംബോ പ്രേമൻ, നമ്മുടെ ഈ അക്കാദമി ചെയർമാനായിരിക്കുന്ന പ്രേംകുമാറിനെ ലംബോ പ്രേമൻ എന്നല്ലേ അറിയപ്പെടുന്നത്. അതുപോലെ മണവാളൻ ജോസഫ്, സ്പടികൻ ജോർജ് ഒക്കെ അവർ ചെയ്ത കഥാപാത്രങ്ങളെ കൂടി ചേർത്താണ് വിളിക്കുന്നത്. എന്നാൽ സ്വന്തം പേര് തന്നെ മറക്കേണ്ടി വന്ന ഒരു അഭിനേതാവേ എൻ്റെ അറിവിലുള്ളൂ, അത് എന്താ പറയുക മോഹൻരാജാണ്. കാരണം കീരിക്കാടൻ ജോസല്ലേ എന്നാണ്, താങ്കൾ കീരിക്കാടൻ ജോസല്ലേ എന്നാണ് പരിചയക്കാരൊക്കെ പ്രേക്ഷകർ
ചോദിക്കുന്നതെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയാറുണ്ട്. അങ്ങനെ ചോദിച്ച് മോഹൻരാജും കീരിക്കാടനായി മാറിപ്പോയി എന്ന് പറയാം. 69 വയസ്സ് എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു ശരാശരി വയസ്സിൽ വിട പറയാനുള്ള പ്രായമല്ല. ഇപ്പം ശരാശരി മലയാളിയുടെ വയസ്സ് 84 നല്ല മരത്തിൽ ഇത്തിൾ പിടിച്ചതുപോലെ മോഹൻരാജിൻ്റെ ബലിഷ്ഠമായ ശരീരത്തിൽ ആദ്യം കാലിൽ വെരിക്കോസിൽ തുടങ്ങി, പിന്നെ പാർക്കിൻസൺസ് രോഗിയാവുകയും ഓർമ്മ പതിയെ മങ്ങി പോവുകയും ചെയ്തു. ശരിക്കും ഓർമ്മ നശിക്കുന്ന അസുഖം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്രൂരമാണ് ആ ഒരു അസുഖം. നമ്മൾ തന്മാത്രയ്ക്ക് കണ്ടില്ലേ രമേശൻ നായർ, ഭാസ്കര മാഷിനെ പറ്റിയൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞു. ഓർമ്മ നശിച്ച ശേഷം ജാനകി അമ്മ പാടുമ്പോൾ ഇത് മനോഹരമായ വരികളാണല്ലോ, ആരാ എഴുതിയത് എന്ന് ജാനകി അമ്മയോട് ചോദിക്കുന്ന ഗതികേട്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ഈ മറവി രോഗം വരരുത് ആർക്കും എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ക്രൂരമാണ് ആ രോഗം. ഒരുപാട് നാൾ രോഗവുമായി മല്ലടിക്കാതെ പോയത് നന്നായി മോഹൻരാജ് എന്ന് ഞാൻ പറയും. 300ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തു. ഭൂരിപക്ഷവും തല്ലുകൊള്ളി വേഷങ്ങളായിരുന്നു. അവസാനം അഭിനയിച്ചത് 2022 മമ്മൂട്ടിയോടൊപ്പം റോഷാക്കിലായിരുന്നു. ഭാര്യ ഉഷ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. 2 പെൺമക്കൾ, ജയ്ഷമയും കാവ്യയും. ജയ്ഷമ വരാനായി കാത്തുകിടക്കുന്ന മോഹൻരാജ് എന്ന അതികായനായ മനുഷ്യൻ. അവർ കാനഡയിൽ എന്തോണ് ആ കുട്ടി, മൂത്ത മകൾ. അവൾ വരാൻ വേണ്ടിയാണ് മോഹൻരാജ് 24 മണിക്കൂറോളം കിടക്കേണ്ടി വന്നത്. ശോഷിച്ച് കീരിക്കാടൻ ജോസിൻ്റെ നിഴൽ പോലും തോന്നാത്ത വിധം മോഹൻരാജ് കിടക്കുന്ന കാഴ്ച പോയി ഞാൻ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി. കീരിക്കാടൻ ചത്തേന്ന് ഹൈദ്രോസ് കൂകി വിളിച്ചത് ഞാൻ അവിടെ ഒന്ന് ഓർത്തു. അവസാനമായി കീരിക്കാടനെ കണ്ടു നിൽക്കുമ്പോൾ അനിൽ ബാബുല അനിൽ സംവിധാനം ചെയ്ത പോസ്റ്റ് നമ്പർ 21 അടക്കം തിരുവനന്തപുരത്ത് നടന്ന ഒരുപാട് ലൊക്കേഷനുകളിൽ കീരിക്കാടനോടൊപ്പം ഒരുപാട് സമയം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. നല്ല ബന്ധമായിരുന്നു. രോഗിയായിരിക്കുമ്പോൾ പോയി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അബദ്ധം പറ്റി. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലെ പേ വാർഡിൽ അദ്ദേഹം ചികിത്സയ്ക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു ഡോക്ടർ, അവർക്ക് പരിചിതമായ അല്ലെങ്കിൽ ബന്ധുവായ ഒരു ഡോക്ടർ ഉള്ളതുകൊണ്ടാണ് ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. അവിടെ കാണാൻ പോയ സീരിയൽ രംഗത്തുള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അമിത ആവേശം കാണിക്കാൻ വേണ്ടി അതിൻ്റെ കുറേ വിഷ്വൽ എടുത്ത ശേഷം കീരിക്കാടൻ ജോസായി അഭിനയിച്ച മോഹൻരാജിന് ജീവിക്കാൻ നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റോർ ചെയ്തങ്ങ് വിട്ടു ഫേസ്ബുക്കിൽ. ഇത് കണ്ടിട്ട് നടക്കാൻ വയ്യ എങ്കിൽ പോലും കീരിക്കാടൻ തന്നെ ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു. അദ്ദേഹത്തെ അനുജൻ പൊട്ടിത്തെറിച്ചു. കാരണം മദ്രാസിൽ 6-7 ഫ്ലാറ്റൊക്കെ സ്വന്തമായുള്ള ആളാണ്. അപ്പോൾ പെൻഷനായെങ്കിൽ പോലും സ്വയം രാജിവെച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് നല്ല മോശമല്ലാത്ത പെൻഷൻ കാണും, വലിയ തുക കാണും. ഭാര്യ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, മകൾ കാനഡയിലുമാണ്. അങ്ങനെയുള്ള ഒരാൾ ജീവിക്കാൻ നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് അമിതാവേശം കൊണ്ട് കയറി ചെയ്തതാണ്. വലിയ ഇഷ്യൂ ആയി അത്, കേസൊക്കെ. പിന്നെ എന്തായി എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ മോഹൻരാജ് താമസിച്ച ആശുപത്രിയിൽ കിടന്ന വാർഡിൻ്റെ ആ റൂമിൻ്റെ മുന്നിൽ എഴുതി വെച്ചു സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ പോയി നേരിട്ട് കാണാത്തത്. പക്ഷേ അവിടെ ആശുപത്രി വിട്ട ശേഷം മോഹൻരാജ് മദ്രാസിലാവുമെന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹം കാഞ്ഞിരംകുളത്തുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പോയി കണ്ടനെ, ജീവനോടെ ഒരിക്കൽ കൂടി കണ്ടനെ. സ്നേഹമുള്ള ഈ വലിയ ശരീരമുള്ളവരെല്ലാം പാവങ്ങളാണ്. ഇന്ന് ഞാൻ അവിടെ ഏതോ ഒരു ചാനലിന് ബൈറ്റ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, വലിയ ശരീരമുള്ള ആരെ എടുത്ത് നോക്കിയാലും അവർ പാവങ്ങളായിരിക്കും. ചിലരെല്ലാം മണ്ടന്മാരുമായിരിക്കും. മണ്ടന്മാരെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഞാൻ പല മണ്ടൻ കഥകൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ വലിയ ശരീരമുള്ള മോഹൻരാജ് ആയാലും ശരി, മധുസാറായാലും ശരി, NL ബാലകൃഷ്ണനായാലും ശരി, എല്ലാം പാവങ്ങളാണ്, നല്ല മനസ്സിനുടമകളാണ്. എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക, സ്നേഹിതൻ എന്ന് തന്നെ പറയാം. ആര്യനാട്ട് വെച്ച് ആദ്യമായിട്ട് കൈ തന്നിട്ട് എൻ്റെ പേര് മോഹൻരാജ് എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യനെ, ആ സ്നേഹിതനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിരീടത്തിൽ കൂടെ അഭിനയിച്ച സഹകരിച്ച ഒരു സംഘം ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്വർഗത്തിലുണ്ട്. ഇന്ന് മോഹൻരാജ് അവിടെ എത്തുമ്പോൾ അവരുമായിട്ടൊക്കെ ഒരു നല്ല ദിനം ആഘോഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരുപാട് കാലം കിടന്ന് കഷ്ടപ്പെടാതെ. കാരണം ഇത്രയും ആജാനുബാഹുവായ ഒരു മനുഷ്യൻ കിടന്നാൽ പിടിച്ചെണീപ്പിക്കാനൊക്കെ ഒന്ന് ആൺമക്കളൊന്നുമില്ലല്ലോ. ഭാര്യയും 2 പെൺമക്കളുകളും ഒരു മോള് വിദേശത്തുമാണ്. അങ്ങനെ കിടന്ന് ബന്ധുക്കൾക്ക് ഒരു ബാധ്യതയാകാതെ മോഹൻരാജ് പോയതിൽ എനിക്ക് സങ്കടമില്ല. അദ്ദേഹം പോട്ടെ. കിരീടം എന്ന് പറഞ്ഞ സിനിമ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ലോകദാസിനെ കുറിച്ചോ സിബി മലയിലിനെ കുറിച്ചോ നമ്മൾ ആലോചിച്ചാൽ അപ്പം കിരീടം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ആ കിരീടം സിനിമ നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ ആരെയൊക്കെ നമ്മൾ മറന്നുപോയാലും ശരി, തിലകൻ ചേട്ടനെയും മറക്കില്ല, മോഹൻലാലിനെയും മറക്കില്ല, ലോകദാസിനെയും മറക്കില്ല, സിബി മലയിലിനെയും മറക്കില്ല,
ഈ പറഞ്ഞ മോഹൻരാജിനെ മറക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ വലിയ മനുഷ്യൻ, ആ അനശ്വര കലാകാരൻ, വേദനയില്ലാത്ത ലോകത്തേക്ക് പോയ മോഹൻരാജിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.